എന്താണ് ചോറും പ്ലേറ്റും പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണത് എന്നല്ലേ? വെയിറ്റ്, കല്ലൂസിന്റെ 4 അച്ചാറുകൾ വന്നിട്ടുണ്ട്. ഈ അച്ചാറുകളിൽ നിന്ന് ഏത് കൂട്ടി കഴിക്കുന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഞാൻ ഉണ്ടായത്. വെജും ഉണ്ട്, നോൺ വെജും ഉണ്ട് കേട്ടോ. നെല്ലിക്ക അച്ചാറ്, അത് നമ്മുടെ തീരദേശത്തിന്റെ തനതായ രുചിയിൽ മായമില്ലാതെ തയ്യാറാക്കുന്ന അച്ചാറുകളാണ്. രസിതേച്ചിയുടെ അച്ചാറുകളാണ് കേട്ടോ. രസിയേച്ചിയുടെ കയ്യിൽ ഒരുപാട് വെറൈറ്റി ഫിഷ് അച്ചാറുകളുണ്ട്, അതുപോലെ തന്നെ വെജ് അച്ചാറുകളും ഉണ്ട്. പിന്നെ ഉള്ളത് ചിക്കൻ അച്ചാറാണ്. ചിക്കൻ അച്ചാർ ഞാൻ ഓൾറെഡി ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്, പറയാതിരിക്കാൻ വയ്യ, അടിപൊളിയാണ്. പിന്നെ ഉള്ളത് പൈനാപ്പിൾ അച്ചാറാണ്. പിന്നെ ഉള്ളത് കൂൺ അച്ചാറാണ്. കൂൺ അച്ചാർ ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല, കൂൺ ഇതുവരെ കഴിച്ചിട്ടുമില്ല. അപ്പൊ എന്താണ് ഇതിന്റെ ടേസ്റ്റ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ്. പുറമേയുള്ള സ്റ്റിക്കറിലുള്ള പിക്ക് നമ്മുടെ രസിയേച്ചിയുടേതാണ്, അതുപോലെ തന്നെ രസിയേച്ചിയുടെ കുട്ടിയുടേതുമാണ് കേട്ടോ. ശരിക്കും എനിക്കൊക്കെ ഇല്ലേ ചോറിന്റെ കൂടെ അച്ചാർ നിർബന്ധമാണ് കേട്ടോ. നമ്മുടെ മലയാളികൾക്ക് എപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്തൊക്കെ കറികളുണ്ട്, എന്തൊക്കെ സ്പെഷ്യൽ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അച്ചാറുകൾ നിർബന്ധമാണ് അല്ലേ. അടുത്തത് കൂണാണ് കേട്ടോ. കൂണ് അച്ചാറാണ് ട്രൈ ചെയ്യുന്നത്. അടിപൊളിയാണ് കേട്ടോ. കൂണച്ചാർ അടിപൊളിയാണ്. കൂട്ടത്തിൽ കഴിക്കാത്തത് ഞാൻ ആ ഒരു അച്ചാറാണ്, അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തുണ്ട് ദേവു? സൂപ്പർ. പറഞ്ഞേ, സൂപ്പർ. ഏത് അച്ചാറാണ് ഇഷ്ടമായത്? എല്ലാ അച്ചാറും ദേവൂട്ടിന് ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും അച്ചാർ ചെയ്ത് നോക്കണം, അടിപൊളിയാണ്. അച്ചാറിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇല്ലൂസിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ID ഫോളോ ചെയ്യൂ. ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് അവൈലബിൾ ആണ്. താങ്ക് യു രസിയേച്ചി, ഇത്രയും നല്ല അച്ചാറുകൾ എനിക്ക് തന്നതിൽ. നല്ല ടേസ്റ്റ് ഉണ്ട്, ഒട്ടും മായമില്ലാതെ തയ്യാറാക്കിയ അച്ചാറുകളാണ്, അടിപൊളിയാണ്. കൂടുതലൊന്നും പറയാനില്ല. താങ്ക് യു സോ മച്ച്.